ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് പുതിയ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഇഡ്ഡലി പാത്രമായിരുന്നു. അതിൽ സ്റ്റീമറുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് മിനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഏട്ടൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ രാവിലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറിയായിട്ട് സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ഞാൻ ഇന്ന് ഇതേ ലഞ്ച് തന്നെയാണ് കൊടുത്തു വിടുന്നത്. മിക്കവാറും ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഇത് തന്നെയാക്കും. ഒന്നീ ഉച്ചക്കത്തേക്കുള്ളത് പൊടി ഇഡ്ഡലിയാക്കി കൊടുത്തു വിടും. അല്ലെങ്കിൽ ഇവർക്ക് വീണ്ടും സാമ്പാർ കൊടുക്കുമ്പോൾ ബോറടിക്കുമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിമ്പിൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അധികം വെജിറ്റബിൾസും കാര്യങ്ങളും ഒന്നുമില്ലാത്ത എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് വീട്ടിൽ തന്നെ സാമ്പാർ പൗഡറാക്കി ഉണ്ടാക്കി വെക്കാം കേട്ടോ. ടിഫിൻ സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ എപ്പോഴും ഇട്ടിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഇനി ഒരു തവണ കൂടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ടിഫിൻ സാമ്പാറിൻ്റെ പൊടി ഞാൻ ഉണ്ടാക്കിയതല്ല. എൻ്റെ കയ്യിൽ ഇരുന്ന സാമ്പാർ പൗഡറാണ് കേട്ടോ. അങ്ങനെ ഉണ്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ട് ഞാൻ കടുവൊക്കെ ഇപ്പോഴേ അങ്ങ് താളിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം താളിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. സാമ്പാറൊക്കെ റെഡിയായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്പൂണ് ഓരോ തവണയും തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടി. അങ്ങനെ പശുക്കുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു. അവളത് കഴിച്ചിട്ട് പെട്ടെന്ന് പോവാണ്, സമയമായി. ഇന്നാണെങ്കിൽ രാവിലെ തൊട്ടേ മഴയുമാണ്. ഏട്ടനിന്ന് ഓഫീസിൽ പോകേണ്ടത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ പശുക്കുട്ടിയെ കൊണ്ടുപോയി വിട്ടേനേമായിരുന്നു. ഇപ്പം പിന്നെ മഴയൊക്കെ അവരുടെ പാർട്ട് ഓഫ് ദ ലൈഫായി കേട്ടോ. അതിങ്ങനെ ഡെയിലി ഇത് കണ്ട് ഇപ്പം അങ്ങ് ശീലമായി. അങ്ങനെ ഏട്ടനും ഓഫീസിലൊക്കെ പോയതിന് ശേഷം ഞാൻ പിന്നെ ഈ ബ്ലൈൻഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി മൂടി അടഞ്ഞാണ് വീട്ടിനകത്തിരിക്കുന്നത്. അപ്പോഴത്തേന് വിവാൻകുട്ടി സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിയുമ്പോഴാണ് സമാധാനത്തെ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ. രാവിലെ അല്ലെങ്കിൽ ഞാൻ ചില ദിവസം ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും, എൻ്റെ വിവാൻകുട്ടിയുടെ കൂടെ. ആരുടെയെങ്കിലും ഒരു കമ്പനി കൂടിയാണ് കഴിക്കാറ്. ഇന്നെന്തോ രാവിലെ അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ച് ഇവിടെയൊക്കെ ഒന്ന് ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ പിന്നെ മനസമാധാനത്തിരുന്ന് കഴിക്കാമല്ലോ. പിന്നെ ഉച്ചയ്ക്കും ഞാൻ ഒന്നീ ദോശ ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഇഡ്ഡലി ബാക്കി ഉണ്ടെങ്കിൽ ഇഡ്ഡലി തന്നെ കഴിക്കും. അല്ലാതെ എനിക്കായിട്ട് ഞാൻ ചോറൊന്നും വെക്കാൻ പോകുന്നില്ല. ഇനി രാത്രിയിലത്തേക്കുള്ള ഡിന്നർ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വിവാൻകുട്ടിയുടെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഈവനിങ് ഒക്കെ ആയപ്പം കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ, കപ്പ് കേക്ക്. അപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ. മുട്ട രണ്ടും നമ്മുടെ റൂം ടെമ്പറേച്ചറിലിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉള്ള മുട്ട എടുക്കരുത്. കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് പാലും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് 1/3 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ്. പിന്നെ ഇതിലേക്ക് വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ. ഇങ്ങനെ റബ്ബൺ പരുവത്തിൽ ഇങ്ങനെ വീഴുന്ന പോലെ. അപ്പോൾ ഇനിയിപ്പോൾ കപ്പ് കേക്കിൻ്റെ പേപ്പർ എടുക്കുക. പിന്നെ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓവൻ ഒരു 10 മിനിറ്റ്. അതിന് ശേഷം ഒരു 170 ഡിഗ്രിയിൽ ഒരു 10 to 15 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. ചില സമയത്ത് നമ്മുടെ ഓവൻ അനുസരിച്ച് മാറ്റങ്ങൾ വരാൻ കേട്ടോ. ഇത് നോർമൽ നമ്മുടെ പാനിൽ വെച്ചും പാൻ പ്രീ ഹീറ്റ് ചെയ്തും നമുക്ക് എങ്ങനെയും ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഓവൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കപ്പ് കേക്ക് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ പ്ലാസ്റ്റിക് പേപ്പർ കപ്പ് ഉണ്ടല്ലോ, അതിലും കുറച്ച് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കപ്പ് കേക്കൊക്കെ റെഡിയായി. വിവാൻകുട്ടിയുടെ ഫ്രണ്ട് വന്നിട്ട് പോയി കേട്ടോ. അന്നേരം ഒന്നും വീഡിയോ എടുത്തില്ല ഞാൻ. അപ്പോൾ ഇനിയിപ്പം രാത്രിയിലത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കണം. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. അപ്പം കുറച്ച് കാഷ്യൂനട്ടും 1 തക്കാളി, വലിയ തക്കാളി എടുത്തേക്കുന്നത്, അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ജീരകവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു തക്കാളിയുടെ അതില്ല, അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വഴണ്ട് വന്ന സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിട്ട്, ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. 1 തക്കാളി. ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് മല്ലി, മുളക്, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ അത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ആ ഒരു പേസ്റ്റും കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ പൊടി ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് മല്ലിയിലയും, ഇനി കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ബട്ടറിൽ തക്കാളി, ഓണിയൻ, ക്യാപ്സിക്കം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടുന്നുണ്ട്. അവസാനം കുറച്ച് ഓണിയൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതും, പിന്നെ ജിഞ്ചർ നമ്മുടെ ഇഞ്ചിയുടെ പീസും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി റെഡിയാവും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ വേണേലും പൊക്കോളും. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം. ഇപ്പം സമയമൊന്നും ആയിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ തന്നെ കറിയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. എപ്പോഴും നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ച് നേരത്തെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ അത് കുറച്ചൊന്ന് ആറി മസാലയൊക്കെ കറക്റ്റായി പിടിച്ച് നന്നായിരിക്കും ടേസ്റ്റ് കേട്ടോ. ഇവിടെ എല്ലാവരും കൂടെ രാത്രിയിലാണ് എക്സസൈസ് ചെയ്യുന്നത്. പകലൊന്നും ആർക്കും സമയമില്ല. അങ്ങനെ എല്ലാവരും എക്സസൈസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഉറങ്ങാൻ വിളിച്ചപ്പോൾ ഓരോരുത്തരും ഇവിടെ അവരവരുടെ പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിവാൻകുട്ടി അവൻ്റെ ടിൻ വിസിലെടുത്ത് ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിൻ്റെ റെമ്പോച്ചയാണോ എന്ന്, നമ്മുടെ യോധസിൻ്റെ മേലെ അതിൽ ആ കുട്ടി ഇരുന്ന് വിസിൽ വായിക്കത്തില്ലേ. പക്ഷിക്കുട്ടിയാണ് ഇവിടെ കിടന്നും ഇരുന്നും ഒക്കെ അങ്ങ് എക്സസൈസ് ചെയ്യുവാണ്. എത്ര ചെയ്തിട്ടും മതിയാവുന്നില്ല.